ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സൺഡേ വ്ളോഗാണ്. ഇന്ന് സൺഡേ ആണ് ഗൈസ്. ഇപ്പോൾ സമയം ഏകദേശം 12:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്കൊരു വ്ളോഗ് എടുക്കാൻ ഒരു ഉഷാർ വന്നത് കേട്ടോ. രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ എണീറ്റത്. 8:30ക്കാണ് ഞാൻ എണീറ്റത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ 8:30ക്കാണോ ലേറ്റ് എന്ന്. കാരണം കുറേ പേര് സൺഡേസിലൊക്കെ 8:30, 9:30, 10:30, 11:30, 12:30, 1:30, 2:30 വരെയൊക്കെ കിടന്നുറങ്ങുന്നവരുണ്ടാവാം. പക്ഷേ എനിക്കെന്തോ അങ്ങനെ ഒട്ടും പറ്റില്ല കേട്ടോ. എത്ര ലേറ്റ് ആയിട്ട് കിടന്നാലും ഞാൻ 8:30 അല്ലെങ്കിൽ 9:30 ഉള്ളിൽ എണീക്കാറുണ്ട്. അതിപ്പോൾ സൺഡേ അല്ല, ബാക്കിയുള്ള ദിവസങ്ങളിലായാലും 8:30 അല്ലെങ്കിൽ 9:30 ഉള്ളിൽ എണീക്കാറുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ കുറച്ച് പേരെ കണ്ടിട്ടുണ്ട്. കാരണം ഭയങ്കര ലേറ്റായിട്ട് എണീക്കുന്നവരായിട്ടോ. എനിക്കങ്ങനെ ഉറങ്ങാൻ പറ്റാറില്ല. രാത്രി ഉറക്കം ഓക്കെയാണ്, പക്ഷേ രാവിലെ ഉച്ചയ്ക്കൊന്നും അങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. ചിലർ ഞാൻ കണ്ടു ഭയങ്കര സുഖമായിട്ട് ഇങ്ങനെ മൂടി പുതച്ച് ഇങ്ങനെ 10:30, 11:00 നേരത്തൊക്കെ കിടന്നുറങ്ങുന്നത് എനിക്കിങ്ങനെ കണ്ട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നും എന്തൊരു സുഖമായിട്ടാണ് ഉറങ്ങണേ. പക്ഷെ എനിക്കങ്ങനെ ഉറങ്ങാൻ പറ്റാറില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ 8:30ക്കാണ് എണീറ്റത്. നോർമലി ഒരു 7:30, 7 മണി, 8 മണി നേരത്തെ എണീക്കാറുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സോ 8:30ക്ക് എണീറ്റു. നോക്കിയപ്പോൾ അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു. അമ്മയ്ക്ക് നല്ല പനിയും തലവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ബ്രഷ് ചെയ്തതിന് ശേഷം അടിച്ചു വാരി. നോർമലി ഞാനാണ് അടിച്ചു വരാറുള്ളത്, അമ്മ തുടയ്ക്കുക അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ അടിച്ചു വാരി തുടച്ചു. അതിനുശേഷം ഞാൻ കുക്കുവിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. ഇന്ന് എഗ്ഗായിരുന്നു. കുക്കുവിനും എനിക്കും ഇന്ന് എഗ്ഗാണ്, അമ്മയ്ക്ക് കഞ്ഞിയാണ് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നു. അപ്പോഴാണ് ഇങ്ങനെ ആലോചിച്ചത് ഇന്നൊരു വ്ളോഗ് എടുത്താലോ എന്ന്. കാരണം രാവിലെ എണീറ്റപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു വ്ളോഗ് എടുത്താലോ, പക്ഷെ അപ്പോൾ ഒട്ടും ഉഷാറുണ്ടായിരുന്നില്ല. പക്ഷേ ഫ്രഷായി വന്നപ്പോൾ എന്താ പറയുക, ഒരു ഉഷാറ് വന്നു വ്ളോഗ് എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ പെട്ടെന്ന് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് മൈക്കൊക്കെ സെറ്റ് ചെയ്ത് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സൺഡേ ആയിട്ട് എനിക്ക് എന്താ പറയുക, പ്രത്യേകിച്ച് പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ മുൻപൊക്കെ സൺഡേസിൽ കല്യാണങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ കുറേ ആയിട്ടൊരു കല്യാണത്തിനൊക്കെ കൂടിയിട്ട്, മുൻപ് കല്യാണത്തിനൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം വലിയ ഇഷ്ടമല്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ കല്യാണത്തിന് ഒരുങ്ങിയിട്ടൊക്കെ പോകാൻ ഒരിഷ്ടമുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ആയി കല്യാണത്തിന് കൂടിയിട്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പം ഞാൻ ഇന്ന് എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്ന് എന്തായാലും കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന്. ഞാനാണെങ്കിൽ മോർണിംഗ് സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല. ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഫേസിലാണെങ്കിൽ ഹെയർ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് പിഗ്മെൻറ്റേഷനാണ്, ചെറുതായിട്ട് പിമ്പിൾസൊക്കെ ഉണ്ട്. ഇവിടെയായിട്ട് ഹെയർ ഉണ്ട്. ക്യാമറയിൽ എത്ര നോക്കിയാലും കാണില്ല കേട്ടോ, അതാണ് ഞാൻ പിന്നെ അടുത്തേക്ക് വരാത്തത്. ചെറുതായിട്ട് ഫേഷ്യൽ ഹെയർസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനിത് വീക്ക്ലി വൺസാണ് ഞാൻ ഫേഷ്യൽ ഹെയർ കളയാറുള്ളത്. അതുപോലെ തന്നെ അപ്പർ ലിപ്പിൻ്റെ അവിടെ ഞാൻ ഒരു 3 to 4 ഡേയ്സ് കൂടുമ്പോൾ കളയാറുണ്ട്. കാരണം എനിക്ക് നല്ല രീതിക്ക് മീശ ഗ്രോത്ത് ഉണ്ട്, അതുകൊണ്ട് ഞാനത് കളയാറുണ്ട്. അതുപോലെ താടിയുടെ അവിടെ എനിക്ക് ഒരു ഹെയർ മാത്രമാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. അത് ഒരു വീക്ക്ലി വൺസ് തന്നെയാണ് അതും കളയാറുള്ളത്. പക്ഷേ മീശയാണ് കുറച്ച് ഗ്രോത്ത് കൂടുതലുള്ളത്. അപ്പോൾ അത് ഞാൻ 2-3 ദിവസം കൂടുമ്പോൾ കളയാറുണ്ട്. അപ്പം ഞാനെപ്പോഴും റേസറാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ ഒരു വട്ടം ത്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫേസ്. ഇനി ഒരിക്കലും ഞാൻ ത്രെഡ് ഇല്ലയെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഭയങ്കര പെയിനാണ് കേട്ടോ. എനിക്ക് നോർമലി ഐബ്രോസിനെ ത്രെഡ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല, ഭയങ്കര പെയിനാണ്. പിന്നെ നല്ല ഷേപ്പായിട്ട് കിട്ടണം, വല്ല ഫംഗ്ഷൻ ഉണ്ടെന്നെങ്കിൽ മാത്രമാണ് ഞാൻ പുറത്ത് പോയിട്ട് ത്രെഡ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഇത് വെച്ചിട്ടാണ് എൻ്റെ ഐബ്രോസ് ഷേപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബോംബെ അങ്ങനെ എന്തോ ആണ് ബ്രാൻഡ്. ഞാൻ കാർമേസിയുടെയും ഇതിൻ്റെയാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് കേട്ടോ കൂടുതലും. പിന്നെ ഇത് അലോവേറ ജെല്ല് അപ്ലൈ ചെയ്തിട്ടാണ് ഫേസിൽ ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ ആൽപ്സിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ വാവിൻ്റെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് തീർന്നു പോയി. അപ്പം ഞാൻ ഇന്നിപ്പോൾ ആൽപ്സിൻ്റെയാണ് കേട്ടോ എടുത്തത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺഡേസിൽ എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. സോ ഞാൻ വിചാരിച്ചു സ്കിൻ കെയർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന്. പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് നീ വീഡിയോ എടുക്കുക കുറച്ച് നേരം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് കുറച്ച് ലൈറ്റ് ഉള്ളത്, താഴെയൊക്കെ കുറച്ച് ലൈറ്റ് കുറവാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇരുട്ട് ചെറുതായിട്ട് മൂടി കെട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ 2 സൈഡിലും ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്ലിപ്പാണല്ലോ, പൂക്കി ക്ലിപ്പ്. അത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും യെല്ലോ ആണ് കേട്ടോ. ഇത് കുറച്ച് വലുതാണ്, ഇത് കുറച്ച് ചെറുതാണ്. ഇനി എൻ്റെ അടുത്ത് 2 കൂടി ഉണ്ട് കണ്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ഓവറാക്കാൻ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. എല്ലാം ഈ റൂമിലാണ് കേട്ടോ ഇരിക്കുന്നത്. താഴത്തേക്ക് ഞാൻ ഒന്നും കൊണ്ടുപോയിട്ടില്ല, എല്ലാം ഈ റൂമിലാണ് ഇരിക്കുന്നത്. ഭംഗിയുണ്ടോ നോക്കട്ടെ. ഇതൊക്കെ ഒരു രസമല്ലേ അമ്മേ, ഭയങ്കര ഓവറാണ് ദേവി. ഓക്കെ, നമുക്കിതൊന്നും വേണ്ട. ജസ്റ്റ് ഹെയർ ഫേസിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്ലിപ്പ് ചെയ്യണത്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാറുള്ളത്. നോർമലി എപ്പോഴും ഞാൻ അപ്ലൈ ചെയ്യുക അലോവേറ ജെല്ലായിരിക്കും കേട്ടോ. എനിക്ക് ജസ്റ്റ് ഫേസ് ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് റേസർ വെച്ചിട്ട് റിമൂവ് ചെയ്യാം. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? ഉണ്ടോ ഹെയർസ് വരുന്നത്? നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ട് കേട്ടോ എനിക്ക്.
ഞാനിപ്പോൾ റേസർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 5 years അടുത്തായിട്ടുണ്ട്. 5 years ആയിട്ടുണ്ടാവും. 4 to 5 years ആയിട്ടുണ്ടാവും. സൂക്ഷിച്ചും കണ്ട് ചെയ്യേണ്ട പരിപാടിയാണ്. ആയുധം വെച്ചിട്ടുള്ള കളിയാണ് ഗൈസ്. ടിഷ്യൂ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാം. ഒരു ടിഷ്യൂ എടുത്താൽ 10 ടിഷ്യൂ വരും, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. കുറച്ചും കൂടി അലോവേറ ജെൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓ, ഈ സൈഡ് ക്ലിയർ ആയിട്ടോ, തുടങ്ങുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറ്റി കുറ്റി വന്നിപ്പോൾ. അപ്പർ ലിപ്സ് ഉണ്ടാവില്ല, കാരണം ഞാൻ 2 ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യാ, ഞാൻ ആ മുടിയുമ്പോൾ കൊണ്ടിട്ട് ആദ്യം പോയി ചെയ്തത്. കണ്ടോ ഹെയർ വരണത്? ചളിയല്ല കേട്ടോ ഗൈസ്, ഹെയർ ആണേ ഗൈസ്. ഞാൻ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ആക്കാന്ന് വിചാരിച്ചു കേട്ടോ. ഓ, ഞാൻ ഇത്ര സൂം ചെയ്തിട്ട് ആദ്യമായിട്ടോ വീഡിയോ എടുക്കുന്നുണ്ടാവും. അയ്യോ, എന്നും മഴയാണ് ഗൈസ്. മഴയ്ക്ക് കുറച്ച് ദിവസം നിന്നൂടെ? യാ, ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു കേട്ടോ ഫേസ്. കാരണം ടിഷ്യൂ വെച്ച് വൈപ്പ് ചെയ്തെങ്കിലും എവിടെയെങ്കിലും ചെറിയ ചെറിയ മുടി ഇരിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഫുള്ളൊന്ന് വാഷ് ചെയ്തു. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ലോണം സോഫ്റ്റ് ആവും കേട്ടോ. ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലോ ഉണ്ടാവും നമ്മുടെ ഫേസിൽ. ഞാൻ ഇത്ര നേരം സ്ക്രീനിൽ നോക്കിയിട്ട് സംസാരിച്ച് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ചെറുതായിട്ടൊരു പ്രശ്നമുണ്ടോ കണ്ണിന്. എൻ്റെ കണ്ണിന് കോങ്ങണുള്ളപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെ കണ്ണിന്. യെസ്, സ്ക്രീനിൽ നോക്കി സംസാരിക്കാം, അതാണ് എനിക്ക് കുറച്ചുകൂടി ഈസി. ഓക്കെ, അപ്പോൾ സ്കിന്ന് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ലോണം ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയിട്ട് എൻ്റെ ക്രീമൊക്കെ എടുത്തു വന്നിട്ടുണ്ട്. ഈ ക്രീം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ക്രീമല്ല, ലോഷൻ. ഗ്ലൂട്ട ഹൈഡ്രേറ്റഡ് ഡ്യൂ റേഡിയൻസ് സെറം ഇൻ ലോഷനാണ്, വാസ്ലിൻ്റെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറേ വീഡിയോസിൽ കുറേ പേര് റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഞാൻ റിവ്യൂ ഇട്ടിട്ടില്ല, കാരണം ഒരു 1 month ആവട്ടെ എന്ന് വെച്ചിട്ടാണ്. കുറച്ചായി യൂസ് ചെയ്യുന്നു, പക്ഷേ ഏകദേശം ഒരു 1 month കഴിഞ്ഞിട്ട് റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ പ്രൊഡക്റ്റ് കാണിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെ പറയും. സോ ഞാനൊരു 1 month കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ കാര്യം, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇതിന് എത്ര റേറ്റ് വരുന്നത്? 350 rupees, പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഓഫർ റേറ്റിൽ എനിക്ക് 200 സംതിങ് ആണ് കിട്ടിയത്. കുറേ പേര് നല്ല റിവ്യൂ കണ്ട് ഞാൻ മേടിച്ചതാണ്. എൻ്റെ റിവ്യൂ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. മെയിൻലി ഇപ്പം ഞാൻ മോർണിംഗ് ഇതാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് ഫേസിൽ. എവിടേക്കെങ്കിലും പോകാനില്ലാത്ത ദിവസം കേട്ടോ, പോകാനുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യില്ല. പിന്നെ പോകാനുള്ള ദിവസമാണെങ്കിൽ നൈറ്റാണ് ഇത് അപ്ലൈ ചെയ്ത് കിടക്കാറുള്ളത് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യും. കാരണം എൻ്റെ ഫേസ് വേറെ കളറാണ്, നെക്ക് വേറെ കളറാണ്, കൈ വേറെ കളറാണ്. കൈ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ, നേരിട്ട് കാണുമ്പോൾ നല്ല ഡിഫറൻസ് തോന്നും. കാരണം കൈ നല്ലോണം ടാൻ ആയിട്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കട്ടെ, കാരണം ഡോക്ടറിനോട് 2-3 liters വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ ചിയാ സീഡ് ഇട്ട വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. ഇത് വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ്. ഞാനിപ്പോൾ വെയിറ്റ് ലോസ് ഡയറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. യെസ്, ഈ വെള്ളമാണ് കേട്ടോ ഞാൻ കുടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെള്ളം. യെസ്, ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഇനി പോയിട്ട് ഫുഡ് കഴിക്കാം, അതാണ് നല്ലത്. കാരണം ഇപ്പോൾ സമയം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാം. ഇന്ന് അച്ഛനാണ് കേട്ടോ ഫുൾ കുക്ക് ചെയ്തത്. അച്ഛൻ ഇങ്ങനെ ഇടയ്ക്ക് കിച്ചണിൽ കയറാറുണ്ട്. അമ്മയ്ക്ക് വയ്യാത്ത ദിവസം ഒക്കെ കിച്ചണിൽ കയറാറുണ്ട്.
അച്ഛൻ കിച്ചണിൽ കയറുമ്പോൾ അച്ഛൻ മാത്രമേ കിച്ചണിൽ പാടുള്ളൂ, വേറെ ആരും പാടില്ല. അച്ഛൻ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ ഫുഡ് ഉണ്ടാക്കുന്നത്. യെസ്, നമുക്ക് പൂക്കി ക്ലിപ്സൊക്കെ റിമൂവ് ചെയ്യാം. ഹെയറൊന്നും ഞാനങ്ങനെ കോംബ് ചെയ്തിട്ട് തന്നെ ഇല്ല. യെസ്, അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഫുൾ അച്ഛൻ സ്പെഷ്യലാണ്. എല്ലാം അച്ഛൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഒരു കറി ഉണ്ടായിരുന്നു, ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ മീൻ വറുത്തതുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ചോറ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളത് എപ്പോഴും. പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും പെട്ടെന്ന് വിശപ്പൊക്കെ വന്നാൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഴിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുക. അടിപൊളി മഴ പെയ്ത് തോർന്നിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു വന്നു കേട്ടോ. ഭയങ്കര ആശ്വാസം. കാരണം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഒരൊറ്റ കോഴിമുട്ടയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സോ കുറച്ച് ചോറൊക്കെ എത്തിക്ക് ചെന്നപ്പോൾ ഫുള്ളായ പോലെ തോന്നുന്നുണ്ട്. കുറച്ചേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് ചോറേ കഴിക്കാറുള്ളൂ, കുറച്ചേ കഴിച്ചുള്ളൂ. ഇനി എന്ത് ചെയ്യും എന്നുള്ള ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങണ പതിവില്ല എനിക്ക്. ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ രാത്രി പിന്നെ ഉറക്കമില്ല എനിക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമയം 1:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയും കുറേ സമയമുണ്ട്. ഞാനിങ്ങനെ പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ പശുവിൻ്റെ സൗണ്ട്, പോത്തുണ്ട് ഇവിടെ. അപ്പോൾ പോത്തിനെ വളർത്തുന്നുണ്ട്. പോത്തിൻ്റെ സൗണ്ട്, കിളികളുടെ സൗണ്ട്, മഴത്തുള്ളി ഇങ്ങനെ അങ്ങനെ അങ്ങനെ വീഴുന്നുണ്ട് ഇവിടെ ഷീറ്റിൻ്റെ അവിടെ നിന്ന്. എല്ലാം കൊണ്ടും നല്ല അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഞാനങ്ങനെ എല്ലാം ഇങ്ങനെ ഇരുന്ന് കാതോർക്കാറൊന്നും ഇല്ല. പക്ഷെ ഇന്നിങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണടച്ചിരിക്കുമ്പോൾ കുറേ സൗണ്ട് ഇതാ. വീട്ടിലത്തെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കുക്കുനും ഫുഡ് കൊടുക്കാതിരിക്കുന്നുണ്ട് അമ്മ. അപ്പം അതിൻ്റെ സൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ കാക്കകളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് നല്ലോണം. മഴക്കാറില്ല, പക്ഷെ എന്നാലും ചെറുതായിട്ട് മൂടിക്കെട്ടിട്ടാണ് നിൽക്കണത്. എല്ലാ മൃഗങ്ങളും ഒരുമിച്ചാണല്ലോ സൗണ്ട് ഉണ്ടാക്കണത്. കുക്കുമോളാണല്ലോ പൊന്നുമോളാണല്ലോ തങ്കക്കുട്ടി, അമ്മയുടെ സ്വത്താണ് പൊന്നുമോളാണല്ലോ കിത്തൂന്റെ സ്വത്താണ് പൊന്നുമോള്. അങ്ങനെ കുറച്ച് നേരം കുക്കുനെ കളിപ്പിച്ച് കഴിഞ്ഞതാ പിന്നെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചീനെയും മനുവേട്ടനെയും. ഇന്ന് സൺഡേ ആയ കാരണം രണ്ടുപേരും വീട്ടിലുണ്ട്. മനുവേട്ടന് കളരി ക്ലാസ് ഉണ്ട് കേട്ടോ. ചേച്ചിക്കും ഉണ്ട് കളരി ക്ലാസ്. പക്ഷേ ചേച്ചി ഇന്ന് പോയിട്ടില്ല കേട്ടോ. ചേച്ചിക്ക് പനിയായ കാരണം. സോ ചേച്ചി വീഡിയോ എടുക്കണം കണ്ടപ്പോൾ കിടക്കുകയായിരുന്നു. അപ്പോൾ എണീറ്റിരുന്നു കേട്ടോ. അതാണ് കുറച്ച് നേരം ചേച്ചീനെ കാണാതിരുന്നത്. ചേച്ചിക്ക് പനിയാണ്, അമ്മയ്ക്കും ചെറുതായിട്ട് പനിയുണ്ട്. മനുവേട്ടൻ ഇതാ റെഡി ആയിട്ട് ക്ലാസ്സിന് പോകാൻ കേട്ടോ. മനുവേട്ടന് ലണ്ടനിലെ കളരി ക്ലാസ് ഉണ്ട് കേട്ടോ. 3-4 ക്ലാസ് ഉണ്ട്. സോ ഇന്ന് ക്ലാസ് ഉണ്ട് തോന്നുന്നു. അപ്പം ഞാനിപ്പോൾ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ, കാർ ഓടിക്കാൻ പോകാനായിട്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ചുവിൻ്റെ പുതിയ കാറ് നമ്മൾ ഇടയ്ക്കെടുത്ത് ഓടിക്കാറുണ്ട്. വിച്ചു നാട്ടിലില്ലാത്ത കാരണം നമ്മൾ ഇടയ്ക്കെടുത്ത് ഓടിക്കും. പിന്നെ നമ്മളിപ്പോൾ പഠിച്ച് വരണേ ഉള്ളൂ. ലൈസൻസ് കിട്ടിയിട്ട് എനിക്ക് കുറച്ചായിട്ടുണ്ട്. 18ാമത്തെ വയസ്സിൽ കിട്ടിയതാണ്. ഒരു
5 കൊല്ലത്തിന് മുന്നേ കിട്ടിയതാണ് ലൈസൻസ്. അപ്പോൾ ഞാനാണെങ്കിൽ അപ്പോൾ ഡ്രൈവ് ചെയ്തായിരുന്നു. പിന്നെ ഒരു നല്ല ഗ്യാപ്പ് വന്നു, അതായത് ഒരു 4 ഇയേഴ്സ് ഞാൻ കാറേ ഓടിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ വിച്ചു മേടിച്ചതിന് ശേഷം ഞാൻ കാർ ഓടിച്ചു തുടങ്ങിയത്. വാഗ്നർ എന്ന് പറയുന്നത്, വാഗ്നർ അച്ഛൻ്റെ കാറാണ്. വിച്ചു മേടിച്ചത് നിസാൻ്റെ കാറാണ് കേട്ടോ, ഓട്ടോമാറ്റിക്കാണ്. വാഗ്നർ മാനുവലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കാർ എടുത്ത് ഓടിക്കാൻ പോകാറുണ്ട്. വിച്ചുവിൻ്റെ അനിയനാണെങ്കിൽ ഇപ്പോൾ പഠിച്ചിറങ്ങിയിട്ടുള്ളൂ, ലൈസൻസ് ഒക്കെ കിട്ടിയിട്ടോ. അപ്പം ഞങ്ങൾക്കൊരു പ്രാക്ടീസ് ആവും. പിന്നെ കാറും എപ്പോഴും ഇങ്ങനെ ഓഫാക്കിടാൻ പറ്റില്ലല്ലോ, അപ്പോൾ എടുത്ത് ഓടിക്കാൻ നടക്കാൻ നല്ലതല്ല. അപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ഓരോ സ്ഥലത്തേക്ക് പോകാറുണ്ട്. ഇപ്പം ഇന്നലെ ആണെങ്കിൽ നമ്മൾ കാറൊക്കെ വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചാവക്കാട് ഗുരുവായൂർ ഏരിയ ഓടിക്കാന്നാണ് വിചാരിക്കുന്നത്. എപ്പോഴും നമ്മളിപ്പോൾ ആ ഒരു ഏരിയ ആണ് ഓടിക്കാറുള്ളത്. നമുക്കൊന്ന് നമ്മുടെ വീടിൻ്റെ പരിസരം ഒന്ന് നല്ലോണം പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ കുന്നംകുളം ഓടിച്ചു കേട്ടോ, കുന്നംകുളം ഭാഗം ഓടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ കുന്നംകുളം ഭാഗം പോയി. പിന്നെ നമ്മൾ തൃശ്ശൂർ ഭാഗം പോയിട്ടുണ്ട്, ഓടിച്ചിട്ടുണ്ട്, ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി പ്രാക്ടീസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് കാർ എടുത്ത് ഇറങ്ങാറുണ്ട് കേട്ടോ. ദൂരെ ലോങ് ഒക്കെ പോയേക്കുന്നത് വിച്ചുവിൻ്റെ ഫ്രണ്ട് ബിജുക്കയുടെ കൂടെയാണ്. ഞങ്ങൾ ഓടിക്കും, ബിജുക്ക് അപ്പുറത്തിരിക്കും, അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒറ്റയ്ക്കായിട്ട് എടുത്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ട്. നമ്മളത് അടുത്തുള്ള വീടിൻ്റെ അടുത്തുള്ള പ്ലേസ് മാത്രം. അപ്പോൾ ഇന്ന് അരിക്കുട്ടനായിട്ട് കാർ ഓടിക്കാൻ പോകാനുള്ള പ്ലാനിലായിരുന്നു. റെഡി ആയിട്ട് വന്നപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ. സോ ഞാൻ വിചാരിച്ചു ഈ മഴ ഒന്ന് കുറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചത് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു 5:15 നമ്മളേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1 അവറാണ് നമ്മൾ ഇന്ന് ആകെ ഓടിച്ചത്. ഇന്ന് വളരെ കുറച്ച് നേരം ഓടിച്ചുള്ളൂ. പിന്നെ റോഡിലൊക്കെ വണ്ടി വളരെ കുറവായിരുന്നു, സൺഡേ ആയതുകൊണ്ട്. ഇനിയിപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വിളക്കെത്തിക്കണം. പിന്നെ നൈറ്റ് അങ്ങനെ ഫുഡ് കഴിക്കാറില്ല. അപ്പം എന്തെങ്കിലും ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആണ് എടുത്ത് കഴിക്കാറുള്ളത്. അത്രയൊക്കെ തന്നെയുള്ളൂ. ഇന്നത്തെ ദിവസം ഇപ്പോൾ എന്തായാലും കഴിഞ്ഞു. ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും കാണിക്കാനില്ല. സോ ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ചിട്ട് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാന്ന്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.